ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലിമിയാസ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഓളിഗ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ്. ഹോളിഗ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. ഇതൊരു കർണാടക സ്വീറ്റാണ്. ഇത് ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ കാസർഗോഡ് ബേക്കറിയിലൊക്കെ ഇത് കിട്ടും. എനിക്കറിയില്ല, കാസർഗോഡ് കഴിഞ്ഞാൽ കണ്ണൂർ ആ ഭാഗത്തൊക്കെ ഇതുണ്ടോ എന്നറിയത്തില്ല. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഹോളിഗ എന്ന് പറയുന്നത്. ഇതും എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായി നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ അടിക്കുക. എന്നാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടൻ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. മെയിനായിട്ട് വേണ്ട സംഭവമാണ് കടലപ്പരിപ്പ്. ഒരു കപ്പ് കടലപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് കടലപ്പരിപ്പ് ഒന്ന് കുതിർത്തി വെക്കണം. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിൽ ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തി വെക്കാം. ഞാൻ കൂടുതൽ നേരം കുതിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിയുന്നതും ഒരു 4 മണിക്കൂറെങ്കിലും കുതിർത്തി വെച്ചാൽ കുറച്ചും കൂടി നന്നായിട്ട് കിട്ടും. അത്രയേ ഉള്ളൂ. കടലപ്പരിപ്പ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഈ കുതിർന്ന കടലപ്പരിപ്പ് ഞാനൊരു കുക്കറിലോട്ടിട്ട് വേവിക്കാൻ പോവാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ഇതിലോട്ട് ഇച്ചിരി ഒരു നുള്ളു മഞ്ഞ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞ കളർ നന്നായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരു 2-3 വിസിൽ ഇട്ടാൽ 2-3 വിസിൽ വന്നാലും മതിയാകും. അപ്പോൾ ഇപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് നല്ല പോലെ ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇതൊന്നും നമുക്കൊരു വെള്ളം എന്താ പറയുക, വെള്ളമില്ലാതെ വെള്ളം ആറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഒരു അരപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ അരപ്പ് വെച്ചിട്ട് ഇതുപോലെയോ അല്ലെങ്കിൽ അരപ്പ് പാത്രത്തിലോട്ട് കമിഴ്ത്തിയിട്ടോ വെള്ളം നമുക്കിതിൻ്റെ ഊർത്തെടുക്കണം. നനവില്ലാതെ നോക്കണം. അപ്പോൾ ഇത് മൊത്തം ഞാൻ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജ്യൂസിൻ്റെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറേശ്ശെയായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലോട്ട് ഈ അരക്കുന്ന അരപ്പിലോട്ട് ഞാൻ ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ഇത് മൊത്തം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് കട്ടിയായിട്ട് അരച്ച് കിട്ടിയാൽ കൊള്ളാം. ലൂസാവാതിരിക്കുന്നതാണ് നല്ലത്. കട്ടിയായിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ കഴിയുന്നതും ഇതുപോലെ നമുക്ക് ജസ്റ്റ് കയ്യിൽ പിടിക്കുമ്പോൾ ആവുന്ന മാതിരി തന്നെ അരച്ചെടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്ന് സൈഡിലോട്ട് നമുക്ക് മാറ്റി വെക്കാം. ഇനി ചെയ്യേണ്ടത്, ഒരു പാൻ ഇപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലോട്ട് 1 കപ്പ് പഞ്ചസാര, അതായത് 1 കപ്പ് കടല പരിപ്പിന് 1 കപ്പ് പഞ്ചസാര. ഇത് നമുക്കൊന്ന് പഞ്ചസാര ലായനിയാക്കണം ആദ്യം. അപ്പോൾ ഇതിലോട്ട് ഇച്ചിരി ഒരു 2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനി ഇത് നന്നായിട്ട് അലിച്ചെടുക്കാം നമുക്ക് പഞ്ചസാര. അപ്പോൾ ഇപ്പോൾ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് അലിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ പഞ്ചസാര ലായനിയിൽ മിക്സായിട്ട് നന്നായിട്ട് നമ്മളിപ്പോൾ എങ്ങനെയുള്ളൊരു മാവാണോ അതിലോട്ട് ചേർത്തത് അതേ മാവാക്കി തന്നെ നമുക്ക് തിരിച്ചെടുക്കണം. നന്നായിട്ട് മിക്സാക്കിയിട്ട് വറ്റിച്ചിട്ട് ഉരുളകളാകാൻ വേണ്ട രൂപത്തിലുള്ളൊരു മാവാക്കിയിട്ട് നമുക്കതിനെ എടുക്കണം. അപ്പോൾ പഞ്ചസാര ലായനിയിൽ ഈ കടലപ്പരിപ്പിൻ്റെ അരപ്പ് നന്നായിട്ട് മിക്സ് ആകുമ്പോൾ ഇതുപോലെ മൂത്ത് കിട്ടും. ഇനി ഇത് നന്നായിട്ട് നമുക്ക് വഴറ്റി നല്ല കട്ടിയുള്ള മാവാക്കി എടുക്കണം. ഇതിലോട്ടൊരു നുള്ളുപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കടലപ്പരിപ്പ് അരക്കുമ്പോൾ ചേർത്ത് കൊടുക്കാൻ മറന്നിരുന്നു, അതുകൊണ്ടാണ് ഇപ്പോൾ ചേർത്തത്.
അപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടി ഉറക്കും. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ പാനിൻ്റെ കരിയിൽ പിടിച്ചിട്ടുള്ള ഉറപ്പായിട്ടുള്ള ഭാഗങ്ങളുണ്ടാവില്ലേ, എന്താ പറയുക, കുറച്ച് കാഞ്ഞ ഭാഗങ്ങൾ, ക്രിസ്പി ആയിട്ടുള്ള, അതൊന്നും എടുക്കരുത്. അത് എടുത്താൽ നമ്മുടെ പരത്തുമ്പോൾ അത് ശരിയാവില്ല. ജസ്റ്റ് ഇതുപോലെയുള്ള മാവ് മാത്രം എടുത്താൽ മതി. കരിയിൽ പിടിച്ചതൊന്നും അടർത്തിയെടുക്കാൻ പോകണ്ട. അപ്പോൾ മാവ് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് സൈഡിലോട്ട് മാറ്റാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കാം നമുക്ക്. ഇനി വേറൊരു കാര്യം, നമുക്ക് മൈദയുടെ മാവ് ശരിയാക്കണം. ഇനിയിപ്പോൾ മൈദയുടെ മാവൊന്ന് കുഴച്ച് കിട്ടണം. അപ്പോൾ 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഓരോരു കപ്പ് തന്നെയാണ്, കടലപ്പരിപ്പാണെങ്കിലും പഞ്ചസാരയാണെങ്കിലും മൈദയാണെങ്കിലും. അപ്പോൾ ഇതൊരു ചൂടുവെള്ളത്തിലാണ് കുഴക്കുന്നത്, തിളച്ച വെള്ളത്തിലാണ് കുഴച്ചെടുക്കുന്നത്. തിളച്ച വെള്ളത്തിൽ കുഴച്ചാൽ കുറച്ചും കൂടി സോഫ്റ്റായി കിട്ടും. തണുത്ത വെള്ളത്തിലും പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇത്ര സോഫ്റ്റായിട്ട് കിട്ടൂല. അപ്പോൾ തിളച്ച വെള്ളത്തിൽ കഴിയുന്നതും തിളച്ച വെള്ളം തന്നെ ഉപയോഗിക്കുക. അപ്പോൾ മെല്ലെ മെല്ലെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കാരണം മൈദക്ക് പെട്ടെന്നാണ് വെള്ളം കൂടുക. അപ്പോൾ നനവ് കൂടി പോകരുത്. നനവ് കൂടിപ്പോയാൽ വീണ്ടും മൈദ ഇട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെയൊന്നും ആവാതെ നോക്കുക. മെല്ലെ മെല്ലെ നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുക. അതുപോലെ ചൂടായത് കൊണ്ട് തന്നെ സ്പൂൺ വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് മിക്സാക്കി കൊടുത്ത് പിന്നെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടണം മൈദ മാവ്. അതുപോലെ തന്നെ കയ്യിൽ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് എണ്ണ ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ മൈദ മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമുക്ക് ഉരുളകളാക്കണം. ഉരുളകളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം ഈ കടലപ്പരിപ്പിൻ്റെ മാവുണ്ടല്ലോ, ഇതിന് നമ്മൾ ആദ്യം ഒന്ന് ഉരുളകളാക്കാം. ഈ ഉരുളകളാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, കുറച്ച് ലഡു വലിപ്പത്തിൽ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് ഈ മാവ്. പക്ഷേ നമുക്ക് മൈദ മാവ് ചെറിയതാണ് ഉരുളകളാക്കേണ്ടത്. അതായത് കടലമാവിൻ്റെ ഉരുളയേക്കാൾ നേരെ പകുതി വലുപ്പത്തിലായിരിക്കണം മൈദ മാവിൻ്റെ ഉരുള. അത് വലുതാവാൻ പാടില്ല. ഇങ്ങനെ അപ്പം നമുക്ക് എല്ലാം ഉരുളകളാക്കി എടുക്കാം. കടലപ്പരിപ്പിൻ്റെയും അതുപോലെ തന്നെ മൈദയുടെയും ഉരുളകൾ എല്ലാം ആക്കി വെക്കാം. ഇനി നമുക്ക് ഈ മൈദയുടെ ചെറിയ ഉരുളയെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് വലിയ ഉരുളയെ കടല പരിപ്പിൻ്റെ ഉരുളയെ നമുക്ക് അതിനുള്ളിൽ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് വേണം ഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഇല്ലെങ്കിൽ വെറുതെ ഉരുള വെച്ചിട്ട് അപ്പുറത്തുനിന്ന് മടക്കി കൊടുത്താൽ അത് നമ്മൾ പരത്തുമ്പോൾ അത് പെട്ടെന്ന് പൊട്ടിയിട്ട് ആകെ പരത്താൻ അലമ്പായി പോകും. അപ്പോൾ ജസ്റ്റ് അതിനുള്ളിൽ വെച്ചിട്ട് ആകെ ഒന്ന് നെക്കി കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് തന്നെ പൊട്ടിയിട്ട് ശരിയായി കിട്ടും. എന്നിട്ട് നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ നന്നായി കിട്ടും. ഇനി ഈ ഓരോന്നോ ഉരുളകളെയും നമുക്ക് പരത്തിയെടുക്കണം. ഇതേപോലെ എല്ലാം ഉരുളകളാക്കിയിട്ട് വെക്കണം. അപ്പോൾ പരത്താനായിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതായത് നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ തന്നെ ലേശം മൈദപ്പൊടി ഇങ്ങനെ ഇതുപോലെ വിതറി ചപ്പാത്തിക്ക് ഇപ്പോൾ ഗോതമ്പ് പൊടി വിതറി പരത്തുന്ന പോലെ തന്നെ നമുക്ക് ഇതിന് മൈദപ്പൊടി ലേശം വിതറിക്കൊടുത്ത് പരത്തിക്കൊണ്ടേ പോവാം. ഇതുപോലെ സൂക്ഷിച്ച് പരത്താൻ നമ്മൾ ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യതയുണ്ട്, കഷ്ണമായിട്ട് പോകാനൊക്കെ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. കഴിയുന്നതും തിന്നായിട്ട് പരത്തുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഉരുളകളും പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ വളരെ സൂക്ഷിച്ചാവണം നമ്മൾ പരത്തുന്നത്. സ്പീഡ് കൊണ്ടുപോയെങ്കിൽ ചിലപ്പോൾ പൊട്ടിയിട്ട് ആകെ കുളമാകും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം ഇതിൽ. അതുപോലെ തന്നെ പരത്തി കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൊടിയൊക്കെ ഒന്ന് കൊട്ടിയെടുക്കണം. പൊടി മുകളിൽ ഇല്ലാതെ നോക്കണം കേട്ടോ. പൊടി നന്നായിട്ട് കൊട്ടിയിട്ട് നമുക്ക് പാത്രത്തിലോട്ട് മാറ്റണം. നമ്മൾ ഇത് കുക്ക് ചെയ്യുന്ന സമയത്ത് പൊടി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കാരണം പൊടിയോട് കൂടി ഉണ്ടായാലും അത് കാഞ്ഞു പോകും. പൊടിയൊക്കെ കാഞ്ഞ് മൊത്തത്തിൽ നല്ല ഒരു ടേസ്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. ഇതുപോലെ
തിന്നായിരിക്കണം. അതുപോലെ തന്നെ ഇത് സോഫ്റ്റും ആയിട്ടുണ്ട്. ഇതിൻ്റെ പൊടിയെല്ലാം കഴിയുന്നത്ര കൊട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിന് ശേഷം നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തന്നെ ഇത് ചുട്ടെടുക്കണം. മറിച്ചും തിരിച്ചൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ജസ്റ്റ് ആവി വരുമ്പോൾ തന്നെ ഒന്ന് മറിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് കുമിളകൾ വരുന്ന പോലെ ആകുമ്പോൾ വീണ്ടും മറിച്ചിട്ട് നമുക്ക് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊന്തി വരും. നന്നായിട്ട് പൊന്തി വരണമെന്നൊന്നുമില്ല, ജസ്റ്റ് പൊന്തിയാൽ തന്നെ മതിയാകും. കുറേ നേരം നമ്മൾ വെക്കരുത്, അപ്പോൾ പിന്നെ വീണ്ടും കാഞ്ഞു പോകും. അപ്പോൾ അതും കൂടി നോക്കുക. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. നമ്മുടെ ഓളിക നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാം ചുട്ടെടുക്കുന്നുണ്ട്. ഇത് എത്രത്തോളം സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് തൊടുമ്പോൾ തന്നെ പൊട്ടി പോകുന്നുണ്ട്. അതായത് കൈ കൊണ്ട് മറിച്ചിടാൻ നോക്കുമ്പോൾ തന്നെ അത് പൊട്ടി പോകുന്നുണ്ട്. അപ്പോൾ അത്രയ്ക്കും സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് തന്നെ നമ്മൾ കുക്കും ചെയ്യുമ്പോൾ പൊട്ടാതെ നോക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം ഇത് പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ പൊന്തിച്ച് കൊടുക്കുക നമ്മൾ. അപ്പോൾ ഞാൻ ചുട്ടെടുത്തത് നന്നായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നെ ചുട്ടെടുക്കുകയാണ്. കാരണം ഒന്നും കൂടി വെക്കാനുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഒരു ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന ഒരു ഒളികൻ്റെ ആ ഒരു കളറിൽ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇതേ സെയിം കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഉമ്മ ചുട്ടപ്പോൾ നേരെ ഞാൻ കുറച്ച് മുന്നേ തന്നെ പാനിൽ നിന്ന് മാറ്റിയിരുന്നു. അപ്പോൾ ഇതുപോലെ മടക്കി എടുക്കുമ്പോൾ നമ്മുടെ നല്ല സോഫ്റ്റ് ഒളിക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ ബൈ.